മക്കളെ, അങ്ങനെ ദേ മെയ് 15-ന് എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും SSLC റിസൾട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ SSLC റിസൾട്ട് എവിടെ ചെക്ക് ചെയ്യും, എങ്ങനെ ചെക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. അതേപോലെ തന്നെ റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങളുടെ +1 ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു സ്മോൾ റിക്വസ്റ്റ്, അതായത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്ത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൂടി അയച്ചു തന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തേതായിട്ട് നിങ്ങളെല്ലാവരും ആ ഒരു ക്യൂരിയസ് മൊമെൻറ്റിൽ നിങ്ങളെല്ലാവരും അത് ചെക്ക് ചെയ്യുന്നു, ആ ഒരു ഹാപ്പി മൊമെൻറ്റ്. അതിനിപ്പോൾ ഫുൾ A+ തന്നെ വേണമെന്നല്ല കേട്ടോ. ഫുൾ A+ കിട്ടിയവരുടെ റിയാക്ഷൻ വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് എത്രയായാലും നിങ്ങൾ പഠിച്ച് നേടിയിട്ടുള്ള ആ ഒരു മാർക്സ്, ഓക്കെ, ആ മാർക്സ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളും ആ ഒരു സന്തോഷവും ആ വീഡിയോസ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാൻ ടെൻഷനാണ്, പേടിയാണ്, അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ SSLC ബാച്ച്, നിങ്ങൾ നമ്മുടെ ബാച്ചിലർ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ SSLC ലക്ഷ്യ ബാച്ച് നിങ്ങളെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിൽ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് പറയാൻ മടിയാണ്, അതല്ല നിങ്ങളുടെ പാരൻസിന് ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ പറയാനുണ്ട്, നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചായാലും നിങ്ങളുടെ ഈ ഒരു SSLC ജേർണിയിൽ നമ്മുടെ എക്സാം വിന്നർ എങ്ങനെ സഹായിച്ചു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാരൻസ് പറയുന്നതായാലും നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ, ഒന്നെങ്കിൽ നിങ്ങളുടെ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടെസ്റ്റിമോണിയൽ വീഡിയോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിൽ അയച്ചു തരാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാകും. അതിനകത്ത് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഈ ഒരു മൊമെൻറ്റിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്ക് പറ്റിയതിൽ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് വരുന്ന ഒത്തിരി മക്കളുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മുടെ എക്സാമിനറുടെ ലക്ഷ്യ ബാച്ച് എത്രത്തോളം എഫക്റ്റീവാണ്, ഈ കാര്യങ്ങളൊക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്ത് ഇത്ര നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കാര്യം അവർ അനുഭവിച്ചറിയുന്ന സമയത്ത് അല്ലെങ്കിൽ കേട്ടറിയുന്ന സമയത്ത് അവർക്കും അതൊരു കോൺഫിഡൻസ് ആയിരിക്കും. ഞങ്ങൾ എത്ര പറഞ്ഞാലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ നിന്നാവുമ്പോൾ അത് കുറച്ചുകൂടി അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനും കൂടെയാണ് നിങ്ങൾ സീനിയേഴ്സ് ആണല്ലേ, അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളെ ഈ ഒരു റിസൾട്ടിലേക്ക് എത്തിച്ച നമ്മുടെ ബാച്ച് അവർക്കും അതിനേക്കാൾ അടിപൊളിയായിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഈ ഒരു എഫേർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസം മെയ് 15-ാം തീയതി എന്തായാലും സൈറ്റ് ജാം ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി എൻ്റെ കുട്ടികൾ ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട. ഈ പറയുന്ന വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടാകും. kerala.results.nic.in, അതുപോലെ prd.kerala.gov.in, result.kerala.gov.in, results.kite.kerala.gov.in, ഈ പറയുന്ന വെബ്സൈറ്റിലും പിന്നെ ഈ പറയുന്ന ആപ്പുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ടുകൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ ആപ്പിലോ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റോൾ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. കുറച്ച് നേരം എന്തായാലും ലാഗ് ഉണ്ടാകും ഒന്ന് ലോഡായിട്ട് വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി ഇവിടെ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഫുൾ A+ റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ്സും ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരെയും വിഷ് ചെയ്യാണ്. അതിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഇനി എൻ്റെ കുട്ടികളോടും പാരൻസിനും കൂടിയാണ് പറയുന്നത്, ചിലപ്പോൾ നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ഫുൾ A+ തന്നെ ആയിരിക്കും അല്ലേ. സപ്പോസ് നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങൾക്കിപ്പോൾ ഫുൾ A+ന് പകരം 9 A+ ഒരു A ഒക്കെ ആവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലത്തെ അല്ല റിസൾട്ട് എങ്കിൽ എൻ്റെ കുട്ടികൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാനോ പാനിക് ആവാനോ നിൽക്കരുത്. നമുക്ക് റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഒന്നാമത്തത്. ഇനി രണ്ടാമത്തതായിട്ട്, നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിയാൽ അതിൽ സന്തോഷം. പക്ഷേ അത് നമുക്ക് അവിടെ എത്താൻ പറ്റില്ല എന്ന് കരുതി നമ്മുടെ ലൈഫ് അവിടെ എൻഡ് ചെയ്ത് പോവോ? ഒരിക്കലും ഇല്ല. ഇത് നിങ്ങളുടെ ഫസ്റ്റ് പബ്ലിക് എക്സാം ആണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് +1 വരാനുണ്ട്, +2 വരാനുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സുകളൊക്കെ വരാനുണ്ട് അല്ലേ. പലതരത്തിലുള്ള പരീക്ഷകളിലൂടെ നമ്മളിനി കടന്നു പോകാനുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് മാത്രമാണിത്. പിന്നെ നമ്മുടെ പാരൻസിനോട്, നമ്മുടെ കുട്ടികളുടെ പാരൻസിനോട് പറയാനുള്ളത്, അവരുടെ 100% എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ളതും ഇത്ര നല്ല മാർക്സ് വാങ്ങിയിട്ടുള്ളതും. ഇനി നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലൊരു മാർക്കിലേക്ക് അവരെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തരുത്, അവരെ ചേർത്ത് നിർത്താം. അങ്ങനെയൊന്നും ചെയ്യുന്നല്ല ഞാൻ പറയണത്. ചിലർക്കെങ്കിലും അങ്ങനെ അവരറിയാതെ നമ്മുടെ മുഖത്ത് നമ്മുടെ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമമാവാൻ ചാൻസ് ഉണ്ട്. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവർ ഇത്രയും നന്നായിട്ട് മാർക്ക് വാങ്ങിയില്ലേ, അവർക്ക് അവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു
കേക്ക് കട്ടിങ്ങോ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതൊരു പോസിറ്റീവ് നോട്ടിലൂടെ പോകുന്നുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേക ഒരു എഫേർട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, പിന്നെ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് 101% എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്തായാലും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൺഗ്രാറ്റ്സ്. ഇനിയിപ്പം നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ കൂടെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് വാങ്ങിയ മാർക്കാണ്. ഓക്കെ, അതിന് സീരിയസ്ലി ഒരു അപ്രിസിയേഷൻ അർഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഹാപ്പി ആവാം. ഇത് നിങ്ങൾക്ക് തോന്നുകയാണ് പക്ഷെ ഇത്രയല്ലല്ലോ, ഞാൻ ഇതിനേക്കാൾ എഴുതിയിട്ടുണ്ടല്ലോ, നമുക്ക് റീവാലുവേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിലായാലും നിങ്ങൾ എന്താവുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഭയങ്കരമായിട്ട് നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക, പിന്നെ നിങ്ങളുടെ മാർക്സിനെ മറ്റുള്ളവരുടെ മാർക്സുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ, പിന്നെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് റിസൾട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മുടെ SSLC ചാനലിലും കൂടുതലും +1 ചാനലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി നിങ്ങൾ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ +1 കൊമേഴ്സിൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്കിപ്പം ഇത് നമ്മുടെ SSLC നമ്മൾ വിചാരിച്ച പോലെ മാർക്ക് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഇത് മിസ് പറഞ്ഞു ഇത് നിങ്ങളുടെ അവസാനമല്ല, അത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് അല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികളെ എന്ത് ചെയ്യുക, നമ്മളുടെ ഇപ്പോൾ ഇതേപോലെയൊക്കെ പഠിച്ച് നല്ല മാർക്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിലും നന്നായിട്ട് ഇനി +1 ഒക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാം വിന്നറിൻ്റെ അഗ്നി ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം മക്കളെ. എന്തായാലും അലോട്ട്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബാച്ചിലെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്ത് വെക്കാവുന്നതാണ്. നമുക്ക് ബേസിക് ബാച്ചും ഉണ്ട്, പ്ലസ് ബാച്ചും ഉണ്ട്. പ്ലസ് ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ്, ക്വസ്റ്റ്യൻ ബാങ്ക് പ്ലസ് റിവിഷൻ ബാച്ച് ഫ്രീ ആയി കിട്ടുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റ് JEE പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ മിസ്സിനോട് പറയാൻ ഇത്രയേ ഉള്ളൂ, ലേറ്റ് ആക്കാതിരിക്കുക, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അഡ്മിഷൻ എടുത്ത് വെക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ അല്ലേ. അപ്പോൾ അതിനിപ്പോൾ +1 സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ ഒരു കാരണവശാലും റിയാക്ഷൻ വീഡിയോ മറക്കരുത്. ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ ടെസ്റ്റിമോണിയൽ വീഡിയോ എടുക്കാം. നിങ്ങൾക്കത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഹാപ്പിനെസ് പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല നിങ്ങളുടെ മുഖത്ത് എന്തൊക്കെ ഭാവങ്ങളാണ് മാറി വരുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും, നമുക്കും അതെ. സോ ആ ഒരു കാര്യം മറക്കാതിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഏറ്റവും നല്ല റിസൾട്ടാണ് എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാവട്ടെ.